സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തൻ്റെ ബ്രാൻഡിൻ്റെ ആനിമേറ്റഡ് ലോഗോ കാണിച്ച് അതിലൊരു പുല്ലാങ്കുഴൽ ഫിറ്റ് ചെയ്ത് ആ പുല്ലാങ്കുഴലിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്ന തൻ്റെ ഫോട്ടോയൊക്കെ നമ്മളെ കാണിക്കുന്ന ഗോപാൽജി ലാലേട്ടൻ്റെ കൂടെ സിനിമയിൽ ആടി പാടി അദ്ദേഹത്തെ പുകഴ്ത്തി ഡയലോഗ് പറഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് മോഹൻലാലിനോടൊപ്പം അതിഥി താരങ്ങൾ എന്ന ലിസ്റ്റിൽ സ്വന്തം പേരും കൂടി വിളക്കി ചേർത്തിട്ടുള്ള സിനിമ ഭ ഭ ബ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഫാഹിം സഫർ ആൻഡ് നൂറിൻ ഷെറീഫ് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ധനഞ്ജയ് ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, മോഹൻലാൽ, അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ ഓർത്തെടുത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ താരനിര അണിനിരക്കുന്ന ഒരു സിനിമയാണിത്. ചുരുങ്ങിയ വാക്കുകളിൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ഇൻസ്റ്റാഗ്രാം പടമാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റീൽസ് ഇങ്ങനെ മാറി മാറി വന്ന് നമുക്കൊരു റീലിൽ കിക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുന്നു, അടുത്ത റീൽ വരുന്നു, അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും വരുന്നു എന്ന് പറയുന്ന പോലെ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കി ഇരുത്താൻ പറ്റുന്ന ഓരോ എലമെൻറ്റുകളും വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഓളത്തിൽ പോകുന്ന ഒരു പടം തീർന്നു കഴിയുമ്പോൾ അതങ്ങനെ തീർന്നു, പിന്നെ നമ്മുടെ ഉള്ളിലൊന്നുമില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ റീൽസ് കാണുമ്പോഴും അങ്ങനെയുള്ള നമ്മൾ ഫോൺ മടക്കി വെക്കുമ്പോൾ ആ കണ്ടതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല, പക്ഷേ കണ്ടുകൊണ്ടിരുന്ന സമയം നമ്മൾ അതിൽ മുഴുകിയിരിക്കും. പിന്നെ സിനിമയുടെ ടൈറ്റിലൊക്കെ അവർ പറയുന്ന പോലെ മാഡ്നസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ലോജിക്കില്ല നമുക്ക് ചിരിച്ചിങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു സിനിമയുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ, ഇവരുടെ ഈവൻ ഇൻ്റർവ്യൂസിലൊക്കെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, പിന്നെ ഇവരെയൊക്കെ റോസ്റ്റ് ചെയ്തും ട്രോൾ ചെയ്തും ഒക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചിട്ടുള്ള റെഫറൻസുകൾ. ഉദാഹരണത്തിന് ദേവ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്, പക്ഷേ അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെയുള്ള ആളുകൾ അവരുടെ ആ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഈ സ്ക്രിപ്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ആവശ്യത്തിൽ കൂടുതൽ കുത്തി നിറച്ചല്ലോ എന്ന് പറയുന്ന ഒരു ഫീല് നമുക്കില്ല. നമ്മളെ ചിരിപ്പിക്കാൻ ആവശ്യമായ ഇവരെയൊക്കെ റെഫർ ചെയ്യുന്ന, ഇതിനെയൊക്കെ സ്പൂഫ് ചെയ്യുന്ന രീതിയിൽ സിനിമയിലെ കുറേ ക്ലീഷേ പരിപാടികളൊക്കെ സ്പൂഫ് ചെയ്തുകൊണ്ട് ഒത്തിരി ഡയലോഗുകളും സീനുകളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വെൽ പ്ലേസ്ഡ് ആയിരുന്നു. വിനീത് ശ്രീനിവാസനെ കാണാൻ വന്നിരിക്കുന്ന സലിംകുമാർ, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഈ പുള്ളി വേഷം ചെയ്തിട്ടുള്ളതാണ്. സലിംകുമാർ പറയുമ്പോൾ അതൊരു OG ക്യാരക്ടറാണത്. മോഹൻലാലിനെ വെച്ചുകൊണ്ടുള്ള പാൻ ഇന്ത്യൻ പരിപാടികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം വെൽ പ്ലേസ്ഡ് ആയിട്ട് പോയിരിക്കുകയാണ്. അതിന് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ തിരക്കഥാർത്ഥികൾക്കാണ്. ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ സീനിൽ ന്യൂ ജനറേഷനോട് കളിക്കരുതെന്നോ അങ്ങനെ എന്തോ അർത്ഥം വരുന്ന ഒരു ഡയലോഗ് വിനീത് ശ്രീനിവാസൻ പറയുമ്പോൾ നമ്മൾ എത്ര ജനറേഷൻ കണ്ടതാ എന്ന് ദിലീപ് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഡയലോഗ് കേട്ടപ്പോൾ ചിരി വന്നു. അത് ആ ഡയലോഗിൽ കോമഡി ഉള്ളതുകൊണ്ടല്ല, പുള്ളി അത് മാസമായിട്ടാണ് പറയുന്നത്. പക്ഷേ ആഫ്റ്റർ ഓൾ ദിസ് പടങ്ങൾ ആൻഡ് പെയ്ഡ് വിജയാഘോഷ പരിപാടികൾ ഇപ്പോൾ വിജയിക്കാൻ മരുന്നുള്ള ഒരു സിനിമ ദിലീപിന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ന്യൂ ജനറേഷൻ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്. ആ സിനിമയ്ക്ക് അകത്തിരുന്ന് നമ്മൾ എത്ര ജനറേഷൻ കണ്ടതാന്ന് പറയുന്ന ഡയലോഗ് എനിക്കതിലൊരു പഞ്ച് ഫീൽ ചെയ്തില്ല. എനിക്കതിലൊരു ഒരു ഫൺ എലമെൻ്റാണ് ഫീൽ ചെയ്തത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ദിലീപിൻ്റെ ഇൻട്രോ സീനിൽ തന്നെ ഒരു പഴത്തൊലി ഉണ്ട്. ഇപ്പോൾ പഴത്തൊലിയിൽ ചവിട്ടി വീഴും എന്ന് കുറച്ച് ആളുകൾ പറയുമ്പോൾ പഴത്തൊലിയിൽ നിന്ന് മാറി നടക്കുന്ന ദിലീപിനെ കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷേ ആ പഴത്തൊലി കോമഡികളുടെ ചെറിയ എലമെൻറ്റുകൾ ഇപ്പോഴും മിച്ചം നിൽക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സീൻ. ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി, ഒരു സ്ത്രീയുടെ പേരാണ് പറയുന്നത്, കടത്തിക്കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കറന്നു എന്നാണ് പറയുന്നത്. അതിലവരൊരു ഹ്യൂമർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നൂറിൻ ഷെറീഫായിട്ട് അങ്ങനെ ഒരു സീൻ അവരുടെ ഫൈനൽ സ്ക്രിപ്റ്റ് അവർ ലോക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സാധനം എഴുതി ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയിൽ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയൊരു കോമഡി അതായിരുന്നു. പിന്നെ ഫാൻസിൻ്റെ ഷോ ആയിരുന്നു, അതുകൊണ്ട് അവർ കൈയടിക്കുന്നുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളുടെ ഗുരുസ്ഥാനീയരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സബ് ലെവൽ സംവിധായകരൊക്കെ വന്നു എന്ന് വരും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനും ചിരി വരുത്തേണ്ട അടുത്ത് ചിരി വരുത്താനും ആ ഒരു മാസ് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എഴുത്തും പരിപാടികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് വിനിയോഗിക്കണേ എന്ന് പറയുന്നൊരു റിക്വസ്റ്റാണ്. പിന്നെ പറയേണ്ടത് ഗോപിയാശനെ കുറിച്ചാണ്. ഗോപിയാശനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ഷാൻ റഹ്മാനെ കുറിച്ചും പറയണം. ഗോപി സുന്ദറും ഷാൻ റഹ്മാനും കൂടി ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംഗീതം എന്ന് പറയുന്നത്, ഗോപി സുന്ദർ അങ്ങോട്ട് അഴിഞ്ഞാടാണ്. ശരിക്കും ആ പാട്ടിലുള്ള അഴിഞ്ഞാട്ടം നടത്തിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. പല സീനുകളും, പ്രത്യേകിച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ പറയുന്ന ചില സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇതിലെ കോർ ഒരു ഇമോഷനുണ്ട്. ആ ഇമോഷൻ ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില ഇമോഷണൽ സീനുകൾ അവരുണ്ടാക്കിയിരിക്കുന്നതിൽ എനിക്ക് ഒരു ഇമോഷനും തോന്നാത്തപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മാസ് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചേസിങ് സീക്വൻസുകളൊക്കെ കുറച്ചും കൂടി നമ്മൾ ആ വിഷ്വലി കാണുന്നത് നല്ല രസമുണ്ട്. പക്ഷേ അതിനൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഷാൻ റഹ്മാൻ ഉണ്ടാക്കിയിട്ടുള്ള അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ട്രാക്ക്, അതിൻ്റെ വരികളെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ആ പാട്ടൊരു ഓളമാണ്. ആ ഓളത്തിന് ലാലേട്ടൻ്റെ ഡാൻസും കൂടി ചേരുമ്പോഴേക്കും സാധനം വേറെ ഫീലാണ്. എന്ന് വെച്ചാൽ അത് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ മറ്റേ വരികളിലൂടെ കടന്നു പോകാനുള്ള, എനിക്ക് ആ പാട്ടിൻ്റെ വരികൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി വിനായക ശശികുമാർ എന്ന് ചോദിക്കാൻ തോന്നി. പക്ഷേ
ആ പാട്ടിൻ്റെ ടട്ടട്ടടട്ട ആ ഫീൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന വരികൾ തന്നെയാണ് വിനായക് എഴുതിയിരിക്കുന്നത്. തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ്, ആർമോ ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്, രഞ്ജൻ എബ്രഹാം ആണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ആ പറയുന്ന ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. ഓരോ ഷോട്ടും വെച്ചിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്, എനിക്ക് അതിനെ പേരെടുത്ത് പറയണമെന്നുണ്ട്. ഒരുപക്ഷെ ഈ സിനിമയിലെ ദി മാഡസ്റ്റ്, എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഇതിങ്ങനെ ഇവർ എക്സിക്യൂട്ട് ചെയ്തല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു സീനുണ്ട്. ഒരു സീനല്ല, ഒരു ഫുൾ സീക്വൻസ് ആണ്, അതിപ്പം പറയാൻ പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ ക്യാമറ വർക്ക്, അതിൻ്റെ എഡിറ്റിംഗ്, അവിടെ അവർ കൊടുത്തിട്ടുള്ള VFX പരിപാടികൾ എല്ലാം കൊണ്ടും അതൊരു കിഡിലോസ്കി സ്കീനായിരുന്നു. ഞാൻ ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പിച്ചൊരു സീക്വൻസ് ആണ്. പക്ഷേ നിങ്ങളത് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. VFXൽ കുറച്ച് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ബോംബ് പൊട്ടുന്നതൊക്കെ കാണിക്കുന്നിടത്തൊക്കെ എനിക്കൊരു അങ്ങോട്ട് ശരിയായില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ഇപ്പോൾ തോക്കുകളും പരിപാടികളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോംബ് അവരുണ്ടാക്കിയത് സിനിമയെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സിനിമയെക്കുറിച്ചുണ്ടല്ലോ എന്ത് നെഗറ്റീവ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാലും ലോജിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ സിനിമയിലെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് എൽ ഫാക്ടറാണ്, ലാലേട്ടൻ ഫാക്ടർ. അതൊരു പെരുന്നാൾ പരിപാടി തന്നെയായിരുന്നു. ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ലാലേട്ടൻ ഫാൻസാണ്. ഇനിയിപ്പോൾ വേറെ ഏത് താരത്തിൻ്റെ ഫാനാണെന്ന് പറഞ്ഞാലും അവരൊക്കെ ലാലേട്ടൻ ഫാനും കൂടി ആയിരിക്കുമല്ലോ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. തിയേറ്ററൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുമായിരുന്നു ലാലേട്ടൻ വരുന്ന അത്രയും സമയം. ഞാനും ആക്ച്വലി വെയിറ്റ് ചെയ്തിരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന റെഫറൻസുകളും സ്പൂഫും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരു രസം തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നില്ല. അതായത് തിയേറ്ററിൽ നമ്മളിങ്ങനെ കുന്തം പറഞ്ഞിട്ട് എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ് ചിരിക്കാനുള്ളതൊന്നുമില്ല, ഒരു സ്മൈലോട് കൂടി കണ്ടിരിക്കാം എന്ന് പറയുന്നൊരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഹാഫിൽ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര പടം കണ്ടു എന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് വന്നിട്ടില്ല. ഓൾറെഡി നമുക്കറിയാവുന്ന പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലാലേട്ടൻ വന്നു കഴിയുമ്പോഴേക്കും അതിന് ഒരു പ്രത്യേക ഓളമാണ്. അങ്ങേര് സ്ക്രീനിൽ വരുന്നു, അങ്ങേരുടെ ഡയലോഗ്സ്, അങ്ങേരുടെ റെഫറൻസുകൾ, അങ്ങേര് രാവണപ്രഭുവിൽ കാണിച്ചിട്ടുള്ള ആക്ഷൻസ്, ശരിക്കും ഈ സിനിമ മോഹൻലാലിനെ മുതലെടുത്തു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അങ്ങേര് വരുന്ന സമയം അത്രയും അമ്മാതിരി ഓളമാണ്. ലാലേട്ടൻ്റെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ റെഫറൻസ് എന്താണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് അത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ലാലേട്ടൻ്റെ ഡാൻസ്, കുറേ നാളിന് ശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ നമ്മൾ ഇതിനു മുമ്പ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഡാൻസ് പരിപാടികൾ കൂടാതെ ഇതും കൂടി ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ഡാൻസ് പരിപാടികളൊക്കെ നമ്മൾ ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഇവർ ശരിക്കും ലിയോ സിനിമയിലെ ആ ട്രാക്കിനെയാണ് വിഷ്വലിൽ അവർ റെഫറൻസ് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. ഒരു ഗോഡൗണിൽ വെച്ചിട്ടുള്ള ഡാൻസ് ആയിട്ടാണ് ഈ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ വരുന്നത്. അങ്ങനത്തെ ഒരു ഡാൻസ് സീക്വൻസൊക്കെ അവിടെയൊക്കെ ലാലേട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര സ്ക്രീൻ പ്രസൻസാണ്. പിന്നെ പറയേണ്ടത് ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്നുള്ള രീതിയിലായിരിക്കും എന്തായാലും ഇത് ആഘോഷിക്കപ്പെടാൻ പോകുന്നത്. തിരിച്ചുവരവ് ഈ സിനിമയിൽ മിനിമം ഒരു 5-6 തവണയെങ്കിലും ദിലീപ് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ദിലീപിൻ്റെ തിരിച്ചുവരവാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു ഹിറ്റ് അടിക്കാനുള്ള മുതലാണ്. ഒരു ഹിറ്റ് പടം ഉണ്ടാക്കുക എന്നുള്ളതാണ് തിരിച്ചുവരവിൻ്റെ മാനദണ്ഡമെങ്കിൽ ഇത് ഹിറ്റാവാനുള്ള സാധനങ്ങളെല്ലാം ഉള്ളൊരു സിനിമയാണ്. ഇതിലാ എൽ ഫാക്ടർ, കോമഡി പരിപാടികൾ, നൂറിനും ഫാഹിമും കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ റൈറ്റിംഗ് പരിപാടികൾ ഒക്കെയും വർക്കാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ സിനിമ ഹിറ്റായി ഭയങ്കര ആഘോഷം പരിപാടിയൊക്കെ ആയി. ഇനി നമുക്ക് വീണ്ടും പഴയ പരിപാടികളൊക്കെ പൊടിതട്ടിയെടുക്കാം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നൂറിന് അങ്ങനെ ഒരു കറക്കൽ ഡയലോഗ് എഴുതി ചേർക്കുമെന്നുള്ളത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതുമെന്നുള്ളത്. അങ്ങനത്തെ ആ പഴയ പരിപാടികളിലേക്ക് ചെറുതും വലുതുമായ രീതിയിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു തിരിച്ചുവരവായിട്ട് ആഘോഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ റിഗ്രസീവായ പഴയ പരിപാടികൾ, ഇപ്പോൾ പുതിയ ജനറേഷനെ എന്നെ കണ്ടില്ലടാ അണ്ണൻ പൊളിറ്റിക്കൽ അല്ല കറക്റ്റാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ പറയുമ്പോഴും തീർത്തും റിഗ്രസീവായ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഒരിക്കലും ഒരു തിരിച്ചുവരവിന് സഹായപ്രദമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിൻസ് ആൻഡ് ദ ഫാമിലി അതിൻ്റെ കേക്കൊക്കെ മുറിച്ച് അത് തിരിച്ചുവരവാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മലയാളി സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വൻ പരിപാടികളൊക്കെ ഉണ്ടായിട്ട് ഈ സിനിമയിലും തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ആ സിനിമ അപ്പോൾ തിരിച്ചുവരവായിരുന്നില്ലല്ലേ. പക്ഷേ ഈ സിനിമയിൽ ഇവർ മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് വാളയാർ പരമശിവം കുറേം കൂടി മാഡ്നസ് ആയിരുന്നു. അതിൻ്റെ പെർഫോമൻസ് സൈഡാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ ആ പെർഫോമൻസ് സൈഡിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് ആണ് പറയുന്നത്, സ്ക്രിപ്റ്റ് അല്ല, അല്ലെങ്കിൽ എക്സിക്യൂഷൻ അല്ല. പിന്നെ കുറേ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ലോജിക്ക് നോക്കരുതെന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ഇതിലെ പ്രതികാരം ചെയ്യാനുള്ള കാരണം, ഇതിനുവേണ്ടി അപ്പോഴും ഇപ്പോഴും ഒക്കെ മാറ്റി പറയുന്ന കാര്യങ്ങൾ, പിന്നെ വേറെ ചില എലമെൻറ്റുകൾ, കുറേ ലോജിക്കലി നമുക്ക് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാച്ച് ആവാത്തുണ്ടാവും. പക്ഷേ അവരാദ്യമേ ലോജിക്ക് നോക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സിനിമയിൽ വയലൻസ്, ആക്ഷൻ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് കുറച്ച് ബ്ലഡ് ഷെഡ് പരിപാടിയാണ്, പക്ഷേ അത് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമ UA13+ ആണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തിയേറ്ററിൽ പോകണമെങ്കിൽ അച്ഛനമ്മമാരുടെ ഒരു ഗൈഡൻസ് വേണം എന്നുള്ളതാണ്.
എന്തായാലും ഈ സിനിമ ഇതിൻ്റെ OTT വരുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ റിലീസ് കഴിഞ്ഞല്ലോ, ഇതിലെ കുറേ ഡയലോഗുകൾ, സീക്വൻസുകൾ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ധ്യാനൊക്കെ ഒറ്റ ശ്വാസത്തിൽ നിന്നൊരു ഡയലോഗ് ഡെലിവറി ചെയ്ത് തീർക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരുപാട് റെഫറൻസുകളും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇട്ട് നിറച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ കണ്ട അത്രയും സമയം നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം. നമ്മൾ ആ ഒരു വേൾഡിലേക്ക് വരുന്നുണ്ട്. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ വെക്കാനായിട്ടൊന്നുമില്ല. ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര പരിപാടിയായിരുന്നു എന്ന് പറയുന്ന അങ്ങനെയൊന്നുമില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഓളമാണ്, ചിരിച്ച് കളിച്ച് അങ്ങനെ പോകാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ മലയാള സിനിമയിൽ ചില ഗംഭീര കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, സലിംകുമാർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെയൊക്കെയുള്ള ചില ക്യാരക്ടേഴ്സ് അത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, തിയേറ്റർ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, ഓഡിയൻസിൻ്റെ റെസ്പോൺസൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആഘോഷിക്കപ്പെടുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന പോലത്തെ കുറേ കഥാപാത്രങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ റെഫറൻസുകൾ വരുമ്പോൾ, തിയേറ്ററിലുള്ള റെസ്പോൺസ് കാണുമ്പോൾ ഇനിയും ഒരുപാട് ഊർജ്ജം മിച്ചം നിൽക്കുന്ന ക്യാരക്ടേഴ്സ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുമ്പുണ്ടായിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെ കൂടി, എന്നുവെച്ചാൽ നായകനല്ലാത്ത ആ കഥാപാത്രങ്ങളെ കൂടി ഇനിയും സിനിമകളിൽ കാണാൻ പറ്റട്ടെ എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി.